ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്കുട്ടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഈത്തപ്പഴച്ചാറ് ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഗ്യാസൊന്നും കിട്ടാനില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ഒരു ചട്ടി വേണം, ഒരു പാത്രം വേണം. ആ പാത്രം ഇല്ലാണ്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ എണ്ണ ഒഴിക്കുക, ഗ്യാസ് ഓണാക്കണം കേട്ടോ. ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ അത് ഓണാക്കണം. പിന്നെ ഈ കാണുന്ന എല്ലാ സാധനങ്ങളും നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ചില്ലീസ്, ഗാർലിക്സ്, പിന്നെ ജിഞ്ചറൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല അടിപൊളി ചുകചുകാന്നിരിക്കുന്ന ഡേറ്റ്സ്, ഈത്തപ്പഴം, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കറി ലീവ്സ്, ആർക്കും വേണ്ടാത്ത സാധനം അതും വേണം. ഇനി നമുക്കിതിനൊക്കെ കൂടി അങ്ങോട്ട് എണ്ണയിലോട്ട് ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഇതിടുന്നതിനൊരു രീതി ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് മാത്രം നമ്മൾ വെളുത്തുള്ളി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിതൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനകത്തോട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. കുറച്ച് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കുറച്ച് പച്ചമുളകും പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ആക്കണം. അതാദ്യം ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ, ഇടാണ്ടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടോ. ഇട്ടിട്ട് മാത്രം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാര്യപ്പെട്ടാലൊന്നും ചേർക്കാനില്ല. കുറച്ച് നേരത്തേക്ക് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ആസ്വദിക്കുക. ഇതിനെങ്ങനെയുണ്ട് കാണാനെന്നൊക്കെയുള്ള നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ വെള്ള കുറച്ച് ചെറിയൊരു തരം മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിക്കാൻ നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി, അതായത് ടർമറിക് പൗഡർ. നമ്മൾ കുറച്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദെൻ വി ആർ ഹാവിങ് സം ചില്ലി പൗഡർ. നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്തിട്ട് നല്ല, അതായത് 2 സ്പൂണാണ് ഇട്ടിടേണ്ടത്. നമ്മളതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കുക. 2-3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആൾക്കാർ എത്രയുണ്ടോ അതിനനുസരിച്ച് ചെയ്യുക. ക്വാണ്ടിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ച്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മളിതിനെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഇളക്കി കുടുംബക്കലഹം ഉണ്ടാക്കുക നമ്മൾ. അതായത് ആദ്യം നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളതിനെ കുടുംബക്കലഹം ആക്കി മാറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്. ഇനി ഈ കലങ്ങി നിൽക്കുന്ന ഈ കുടുംബത്തിനെ നമുക്കൊന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇനി ഒരിക്കലും ഇതുപോലെ കേടായി പോവാതിരിക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനീഗർ, അതായത് വിനാഗിരി, സുർക്ക എന്നൊക്കെ പറയുന്നത്. സോ വി ആർ ഹാവിങ് സം വിനീഗർ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യും. നമ്മുടെ വിനീഗർ നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ വെള്ളം ഇറങ്ങും. അത് വിനീഗറാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇത്രയും നേരമായിട്ടും നമ്മൾ ഉപ്പിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. നമ്മളപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഇടുന്നതാണ് LGയുടെ കായപ്പൊടി. LGയുടെ തന്നെ യൂസ് ചെയ്യണം, എന്നാലാണ് ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആദ്യം നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മളുടെ കഥയിലെ നായകനായിട്ടുള്ള ഈത്തപ്പഴത്തിനെ ആഡ് ചെയ്യുക. ഈത്തപ്പഴം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ഭയങ്കര എളുപ്പമാണ്. ഈ കുടുംബക്കലത്തിലോട്ട് നമ്മൾ പുതിയൊരു മരുമോളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മരുമോളൊക്കെ അവിടെ കുറച്ച് അടുത്ത് ഇങ്ങോട്ട് സെറ്റ് ആവണമല്ലോ. അതെ, എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ഓക്കെ, വെള്ളം ഇറങ്ങാൻ തുടങ്ങും. വെള്ളം ഇറങ്ങുമ്പോൾ സാധനം നോർമലി സെറ്റാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സുർക്ക കുറച്ചും കൂടി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് വീഡിയോയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയാണ്ടിരുന്നത്. നിങ്ങൾ കാണാത്തത് പറഞ്ഞല്ലോ ഞാനിപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി സുർക്ക ആഡ് ചെയ്ത് കൊടുത്തോളൂ. ആവശ്യത്തിന് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മെൻസൽ എന്നല്ല ഉദ്ദേശിച്ചത്, മൈൻഡ്സിലുള്ള ക്വാണ്ടിറ്റിയും അളവൊക്കെ ഉണ്ടാവില്ലേ, അത് തന്നെ. അപ്പോൾ അങ്ങനെ ആഡ് ചേർക്കുക. ഇനി നമുക്കിത് ചൂടാറാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവർക്കും കൊണ്ട് അയച്ചു കൊടുക്കുക കേട്ടോ. ബൈ.